ദീർഘനാളായി കേരളം കണ്ടിരുന്ന വികസന സ്വപ്നം വെള്ളിയാഴ്ച പൂവണിയുകയാണ്. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സമഗ്ര സാമ്പത്തിക മേഖലകളിലെ വികസനത്തിന്റെ അടിത്തറ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. രാജ്യത്തിന്റെ സമുദ്ര വാണിജ്യ മേഖലയുടെ പ്രധാന കവാടമായി വിഴിഞ്ഞം മാറുമ്പോൾ അത് കേരളത്തിന്റെയും തലസ്ഥാന നഗരത്തിന്റെയും മുഖമുദ്ര തന്നെ മാറ്റിമറിക്കും. തുറമുഖം വഴിയുണ്ടാകുന്ന ചരക്കുനീക്കം സർക്കാർ ഖജനാവിലേക്ക് നൽകുന്ന വരുമാനത്തിനൊപ്പം തന്നെ തുറമുഖാനുബന്ധമായി വളരുന്ന വാണിജ്യ രംഗങ്ങളും തൊഴിലവസരങ്ങളും കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തും. ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന്റെ ഖ്യാതി വളർന്നു കഴിഞ്ഞു. മറ്റ് അന്താരാഷ്ട്ര തുറമുഖങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുകൂല ഘടകങ്ങൾ ഉയർത്തുന്ന വികസന പ്രതീക്ഷകൾ ഏറെയാണ്. അതിൽ ആദ്യത്തേത് തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴവും രാജ്യാന്തര കപ്പൽ ചാലുമായുള്ള അകലക്കുറവും തന്നെയാണ്. 20 മീറ്ററാണ് വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം. കാലാവസ്ഥാ പ്രതിസന്ധികളെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ കപ്പലുകൾ വരെ അടുപ്പിക്കാൻ കഴിയുന്ന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ആഴം കൂട്ടുന്നതിനായി ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല. ട്രയൽ റൺ കാലത്ത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ എത്തിയ അപൂർവം ചില തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം. മറ്റൊരു പ്രത്യേകത അന്താരാഷ്ട്ര കപ്പൽ ചാലിന് വളരെ അടുത്താണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ആഗോള ചരക്കു നീക്കത്തിന്റെ 40% നടക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാൽ വഴിയാണ്. ആഫ്രിക്ക, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തു കൂടിയാണ്. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് വ്യാപാരം നടക്കുന്നത്. എന്നാൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആ വ്യാപാരത്തിന്റെ സിരാകേന്ദ്രം വിഴിഞ്ഞം തുറമുഖമായി മാറും. ഏഷ്യ, യൂറോപ്പ് രാജ്യാന്തര കപ്പൽ ചാലുമായുള്ള വിഴിഞ്ഞത്തിന്റെ അകലം വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് എന്നത് തന്നെയാണ് അതിന് കാരണം. കൊളംബോ, ദുബായ്, സിംഗപ്പൂർ തുടങ്ങി തുറമുഖങ്ങളെക്കാൾ അന്താരാഷ്ട്ര കപ്പൽ ചാലുമായി വളരെ അടുത്താണ് വിഴിഞ്ഞം തുറമുഖം. ഇവിടങ്ങളിലേക്ക് ചരക്കു ഗതാഗതം നടത്തുന്നതിന് 50 മണിക്കൂർ അധിക സമയം വേണ്ടിവരും. വിഴിഞ്ഞം തുറമുഖം വഴിയുള്ള ചരക്കു നീക്കത്തിലൂടെ ആ സമയം ലാഭിക്കാൻ കഴിയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൽ കപ്പലുകളുടെ ടേൺ അറൌണ്ട് ടൈം വളരെ കുറവാണ്. ഒരു കപ്പൽ തുറമുഖത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ചരക്ക് കൈമാറ്റം നടത്തി തിരികെ മടങ്ങാനെടുക്കുന്ന സമയമാണ് ടേൺ അറൌണ്ട് ടൈം. ഒരു തുറമുഖത്തിന്റെ കാര്യക്ഷമത അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡമാണിത്. ഈ സമയം ലാഭിക്കുന്നതിലൂടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കുകയും ഇതുവഴി ആയിരക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ചെയ്യുന്നു. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചരക്കു നീക്കം വഴി ഉണ്ടാകുന്ന ലോജിസ്റ്റിക് ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയുന്നു. ആദ്യഘട്ട വികസനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ തുറമുഖം തുടർഘട്ട വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ 2028 തന്നെ പൂർത്തിയാക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ സമുദ്ര വ്യാപാര രംഗത്തിൽ മാത്രമല്ല അത് വിപ്ലവം സൃഷ്ടിക്കുന്നത്, തുറമുഖ അനുബന്ധമായ സമഗ്ര മേഖലകളിലും അത് മാറ്റം കൊണ്ടുവരും. കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. തുറമുഖത്തിനടുത്തായി ഉൽപാദനശാലകൾ ആരംഭിക്കുകയാണെങ്കിൽ അത് കയറ്റുമതി എളുപ്പത്തിലാക്കുകയും ചെയ്യും. അവയോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങളും വർദ്ധിക്കും. ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടി വരും. ഇത്തരത്തിൽ തലസ്ഥാന നഗരത്തിന്റെ വികസന മുഖമുദ്ര തന്നെ മാറിമറിയും. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ മെച്ചപ്പെടുത്തലുകൾ തുടങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലും കാര്യക്ഷമതയോടും കൂടി നടത്തേണ്ടതുണ്ട്. ഇനി എന്താണ് വിഴിഞ്ഞം നേരിടുന്ന പ്രതിസന്ധികൾ? വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അതായത് ഇവിടേക്ക് എത്തുന്ന കപ്പലുകൾ സ്ഥിരമായ ഒരു തുറമുഖത്തെ തന്നെ ഹബ്ബായി സ്വീകരിക്കുന്നവയല്ല. ഗതാഗത സൗകര്യത്തിനനുസരിച്ച് കപ്പൽ കമ്പനികൾ അവരുടെ ചരക്കു ഗതാഗതത്തിനുള്ള കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. പ്രധാനമായും ബാഹ്യ വിതരണ സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾക്ക് മദർ കപ്പലുകൾ അവരുടെ ഗതാഗത സൗകര്യത്തിനനുസരിച്ച് തുറമുഖ സ്ഥാനങ്ങൾ മാറ്റി തിരഞ്ഞെടുക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് ഭാവിയിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. വിഴിഞ്ഞം അതിന്റെ 2, 3, 4 ഘട്ട വികസന പ്രവർത്തനങ്ങൾ 2028 കൂടി പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുമ്പോൾ നിലവിലെ മുൻനിര തുറമുഖങ്ങളും വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടും പിറകിലല്ല. അവരും അവരുടെ സൗകര്യങ്ങൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചരക്കു ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി
ഏറ്റവും ഉയർന്ന നവീകരണ മാർഗങ്ങളോടെ മുന്നേറുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ. നിലവിലെ പ്രതിസന്ധികൾക്കൊപ്പം ഭാവി പ്രതിസന്ധികൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയാൽ മാത്രമേ വിഴിഞ്ഞം നൽകുന്ന സാമ്പത്തിക പുരോഗതി എക്കാലത്തും നിലനിർത്താനാകൂ.